അമൃത ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റും സ്ട്രോക്ക് ഡിവിഷനും എപ്പിലെപ്സി ഡിവിഷനും വിവേകാനന്ദ മിഷൻ ഹോസ്പിറ്റലിൽ നടത്തിയ ഇന്നത്തെ ഈ ക്യാമ്പ് തീർച്ചയായിട്ടും വളരെയധികം രോഗികൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 100ഓളം രോഗികൾ വരികയും ഞാൻ കണ്ട സ്ട്രോക്ക് ക്ലിനിക്കിൽ ഒരുപാട് രോഗികൾ സ്ട്രോക്കിൻ്റെ മറ്റ് കോംപ്ലിക്കേഷനുള്ള രോഗികളെ കാണാൻ പറ്റി. പല രോഗികളുടെയും റിസ്ക് ഫാക്ടറുകളായ ഉയർന്ന രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാത്ത ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ മരുന്നുകളൊക്കെ ഒന്ന് ശരിയാക്കാൻ പറ്റി. പിന്നെ ഈ സിക്കിൾ സെൽ ഡിസീസുള്ള കുറച്ച് പേർ സ്ട്രോക്കുമായിട്ട് വന്നിരുന്നു. അവരുടെ ട്രീറ്റ്മെൻറ്റ് പ്രത്യേക രീതിയിൽ ചെയ്യാൻ പറ്റി. പിന്നെ സ്ട്രോക്കിൻ്റെ കുറേ കോമോബിഡിറ്റികൾ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാൻ പറ്റി. വളരെ ഫലപ്രദമായൊരു ക്യാമ്പാണ് ഇത്. ടെലിമെഡിസിൻ വഴി നമ്മൾ മാസത്തിൽ 1-2 തവണ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ടെലിമെഡിസിൻ സംവിധാനങ്ങളെല്ലാം നമ്മളിവിടെ ഒരുക്കി, കമ്പ്യൂട്ടറും കണക്ടിവിറ്റിയും എല്ലാം ഒരുക്കാൻ പറ്റി. Happy to start the telemedicine telestroke program at Swami Vivekananda Medical Mission Hospital, Muttil, near Kalpetta, in association with Amrita Hospital, Cochin. Wayanad is a tribal area and there are large number of stroke and epilepsy patients. So, starting of this stroke prevention program with the help of ICMR project for tribal stroke care conducted by Amrita Hospital, Dr. Vivek Nambiar and Dr. C.B. Gopinath for epilepsy. It will be a long way helpful for the disadvantaged section of our society, especially tribals. കൊച്ചി അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് വിവേകാനന്ദ മെഡിക്കൽ മിഷനിൽ വെച്ച് നടന്ന ന്യൂറോളജി ക്യാമ്പ് വയനാട്ടിലെ പാവപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗികൾക്ക് വളരെ പ്രയോജനകരമായിട്ടുണ്ട്. പൊതുവെ ആരോഗ്യരംഗത്ത് വേണ്ട സംവിധാനങ്ങൾ കുറവായ ജില്ലയാണ് വയനാട്. തീർച്ചയായിട്ടും തുടർന്നും ഇത്തരം ക്യാമ്പുകൾ വയനാട് ജില്ലയിൽ സംഘടിപ്പിക്കുവാൻ സാധിച്ചാൽ നല്ലതാണ്. തുടർന്നും അമൃത ഹോസ്പിറ്റലിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്നും ഈ ക്യാമ്പ് നടത്തിയതിൽ ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു.